ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് ജി. അപ്പം ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺബോക്സിംഗ് ആണ്. ഏകദേശം തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, എന്തോ ഒരു മോണിറ്റർ സെറ്റപ്പാണ്. എന്നാൽ ഈ മോണിറ്റർ ഇത്രയും കാണിക്കാനുള്ളതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അതിൽ കുറച്ചേറെ കാര്യങ്ങളുണ്ട്. അതായത് അപ്കമിങ് ആയിട്ട് വരുന്ന യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരും അല്ല പ്രൊഫഷണലായിട്ട് ഐ.ടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു ആവശ്യമുള്ളൊരു കണ്ടൻറ് ആയിട്ടാണ് ഞാനിന്നിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവനൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്ക് അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. വലിയ സംഭവമൊന്നുമില്ല. ആദ്യം ഞാൻ ഇതിൽ നിന്ന് കീർത്തെടുക്കട്ടെ. അവിടെ പ്ലാസ്റ്റിക് അതായത് നല്ല രസമുണ്ട്. വലിയൊരു പ്ലാസ്റ്റിക് ബോക്സ് ആയിരുന്നു. ഏകദേശം ഇതിന് 6 കിലോളം വരുന്നുണ്ട്. 6.2 കിലോ ആണ് ഇതിൽ കൊടുത്തിരുന്നത്. അപ്പം നമ്മുടെ ബോക്സ് ഇതാണ് തലതിരിഞ്ഞായിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ വല്ലതും കാണാൻ പറ്റും. യെസ്, തലതിരിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കിവനെ എടുത്ത് നേരെ നിർത്താം. ഓക്കേ, ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഐറ്റം. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മോണിറ്ററാണ്. ലെനോവയുടെയാണ്. സൈസ് വരുന്നത് 24 ഇഞ്ചാണ് വരുന്നത്. നമുക്ക് ഇവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. മേളിൽ നിന്ന് തന്നെയാണ്. അപ്പം ഈ സൈഡ് ഞാനൊന്ന് കട്ട് ചെയ്യാം. നല്ലൊരു നൈഫാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പം ഇത് നമ്മൾ തുറക്കുകയാണ്. യെസ്, അപ്പോൾ ഇതാണ് ആ ബോക്സിനകത്ത് വരുന്നത്. ആദ്യം നമുക്ക് കാണാൻ സാധിക്കും ഒരു യൂസർ മാനുവൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു നമുക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടി എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. തൽക്കാലം ഇവനെ നമുക്കൊന്ന് സൈഡിലോട്ടൊന്ന് മാറ്റാം. ഒരു പവർ പ്ലഗ്, എല്ലാത്തിലും വരുന്ന പോലെ ഒരു പവർ പ്ലഗ് ഉണ്ട്. അതിൻ്റെ ഒരു DC ഔട്ട്പുട്ട്. USB അല്ല കേട്ടോ. കണ്ട ഒരു USB ആണെന്ന് തോന്നും, പക്ഷേ USB അല്ല വരുന്നത്. കണ്ടോ, ഒരു പിന്നാണ്. രക്ഷപ്പെട്ട്. ഞാൻ ഓർത്ത് HDMI വേണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊരു HDMI ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇതിനകത്ത് അവർ HDMI കേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. പിന്നെ ലിമിറ്റഡ് വാറണ്ടിയാണ്. അപ്പം ബുക്കും കാര്യങ്ങളൊക്കെ അതും മാറ്റുകയാണ്. കവറിനകത്തൊന്നുമില്ല, അതും മാറ്റി. ഇനിയിപ്പോൾ അടുത്തത് ഇതിൻ്റെ ബേസും ബ്രാക്കറ്റുമാണ് വരുന്നത്. യെസ്, എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇതിൻ്റെ ബേസാണ് വരുന്നത്. ഇത് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. അല്ല, ഇത് ബേസ് അല്ല കേട്ടോ, സോറി, എനിക്ക് തെറ്റിയതാണ്. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് എടുക്കാം. ഓക്കെ, ഇതിൻ്റെ ബേസ് പ്ലേറ്റ് വരുന്നത് ഇതാണ്. എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ബേസ് പ്ലേറ്റ് വരുന്നത്. നമുക്ക് ജസ്റ്റ് നോക്കാം. നല്ല രസമുണ്ട്. എന്നാ പറയുന്നത്, ഒരു ചെറിയ ലാപ്ടോപ്പ് തന്നെ നമ്മളെടുത്ത് ഇങ്ങനെ വെച്ചതുപോലെയുണ്ട്. മാക്കിൻ്റെയൊക്കെ ലാപ്ടോപ്പ് കാണുന്ന പോലെ. ഓക്കെ, അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നുള്ള. ഇത് ഈ സൈഡിലോട്ട് കയറ്റിയിടുക. എന്നിട്ട് സ്ക്രൂ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. സ്ക്രൂ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വിത്ത് അലൻകിയാണ് വരുന്നത്. അത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അലൻകി ഉണ്ട്, സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും, ഈ കവർ രണ്ടും ഞാനൊന്ന് മാറ്റുകയാണ്. ഈ ബേസ് പ്ലേറ്റ് ഇതിലോട്ടൊന്ന് സെറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതിനകത്തോട്ട് കയറുകയാണ്. ഇവിടെ ഒരു ടേപ്പർ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഇവിടെ ഒരു ഫ്ലാറ്റ് പോലെ ഇരിക്കുന്ന കാണാം. ഇതും ഒരു ഭാഗം ടേപ്പറാണ്, എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇവിടെ ടേപ്പറാണ്. അപ്പോൾ ഇത് ഈ പൊസിഷനിൽ ഇതിനകത്തോട്ട് ഇറക്കണം. യെസ്, ഇറക്കി കഴിഞ്ഞിട്ട് ഈ പൊസിഷനിൽ ഇതിൽ ഇറക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്ക്രൂ ഹോള് സെറ്റ് ആവണം. പക്ഷേ ചെറിയൊരു ഗ്യാപ്പ്. ഓക്കെ, ഇപ്പോഴാണ് കറക്റ്റായത്. ഓക്കെ, അപ്പം ഞാൻ ഓർക്കും ചെറിയൊരു വ്യത്യാസമുണ്ടല്ലോ. ഇനി ഇത് സെറ്റായി കഴിഞ്ഞാൽ നമുക്കിവനെ ഇതുപോലെ വെച്ചിട്ട് ഈ അലൻകിയിൽ നിന്ന് സ്ക്രൂസ് എടുക്കാം. ഓക്കെ, അപ്പോൾ 2 സ്ക്രൂ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഞാനത് സ്ക്രൂ ചെയ്യുകയാണ്. ഇവിടെ ഇതും സ്ക്രൂ ചെയ്യുകയാണ്. ഒന്ന് ടൈറ്റ് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ നമ്മളത് ടൈറ്റ് ചെയ്തു. ഇപ്പം നമ്മുടെ ബേസ് ഓക്കെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബേസ് വരുന്നത്. ഇനി നമ്മുടെ മോണിറ്റർ ഈ ഭാഗത്താണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇത് ഞാൻ തൽക്കാലം ഒന്ന് സൈഡിലോട്ട് വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ കവർ ഒന്ന് എടുക്കാം. ഇനി വരുന്നതാണ് നമ്മുടെ മോണിറ്റർ. നല്ല പാക്കിംഗ് ആണ് കേട്ടോ. അതേ, ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. നല്ല രീതിക്ക് അകത്ത് വേറെ തെർമോക്കോൾ വെച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. യെസ്, വലിയ വെയിറ്റിൽ നല്ല സ്ലിം സാധനമാണ് കേട്ടോ. കവറേ നമ്മൂരാ. ഇപ്പം എല്ലാവരും കാണുന്നതിൻ്റെ പുറവശമാണ്. മുൻവശം കൊള്ളാം. ആൻറ്റി ഗ്ലെയർ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് റിഫ്ലക്ഷനോ കാര്യങ്ങളൊന്നും ഇതിൽ അടിക്കത്തില്ല. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. 23.8 ഇഞ്ചാണ്. അതുകൊണ്ടാണ് നമ്മളത് 24 ഇഞ്ച് എന്ന് പറയുന്നത്.
പിന്നെ അൾട്രാ സ്ലിം ആണ്. സ്ലിമ്മിൻ്റെ കാര്യം എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പം തിക്നെസ് കാണുമ്പോൾ എല്ലാവർക്കും കറക്റ്റ് മനസ്സിലാവും. പിന്നെ 75 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്, ഐ കെയർ ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗെയിമിങ്ങിനും കൂടി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ബോക്സും കൂടെ മാറ്റി ഞാൻ ഈ ടേബിളിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് ഇവനെ ഒന്ന് പിടിപ്പിക്കാം. നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഈ ഒരു പോർഷനിലാണ് ഇത് കയറിയിരിക്കേണ്ടത്. അപ്പോൾ അത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ എടുക്കുകയാണ്. ഈ ബേസ് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇവിടെ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. വേണ്ടേ, ഈ ഭാഗത്ത് എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഇവിടെ ഒരു ലോക്കുണ്ട്, അത് മേളിലോട്ട് പുഷ് ചെയ്യുന്ന ലോക്കാണ്. അപ്പോൾ ഞാൻ ഇവനൊന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ച് നോക്കുക. രണ്ട് കൊടുത്തിരിക്കുന്ന ഹോൾസ് ഈ 2 പോയിൻറ്റിലോട്ടാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഇതിനകത്തോട്ടൊന്ന് ഇൻസേർട്ട് ചെയ്തു. അത് കറക്റ്റ് ഇറങ്ങി. യെസ്, ലോക്കേ വീണു. ഇനിയിപ്പം ഞാനിത് എടുക്കുകയാണെങ്കിൽ ഈ ബേസ് ഉൾപ്പെടെ പൊങ്ങത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ഈ സംഗതി കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിലുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാം. ഇതിൽ പവർ വരുന്ന പോയിൻ്റാണ് ഇപ്പോൾ ഈ വരുന്നത്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. പവർ പോയിൻ്റ് HDMI, പിന്നെ നമ്മുടെ മോണിറ്ററിലോട്ട്, അതായത് നമ്മുടെ പഴയ CTR മോണിറ്ററിലോട്ടേക്ക് ഇപ്പം വളരെ ചുരുക്കാന്ന് തോന്നുന്നു VGA കേബിൾ എന്ന് പറയും. ആ ഒരു കേബിൾ കണക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഒരു ഓഡിയോ ഔട്ടും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ HDMI ഒരെണ്ണേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ അത് കൂട്ടണമെന്നുണ്ടെങ്കിൽ HDMIയുടെ എക്സ്റ്റൻഡർ അല്ലെങ്കിൽ ഔട്ട്ലോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് മൾട്ടി പോർട്ടുള്ള HDMI മേടിച്ച് കഴിഞ്ഞാൽ പല HDMIന്ന് കണക്ഷൻ കൊടുക്കാൻ സാധിക്കും. ഇത് സ്പ്ലിറ്റ് സ്ക്രീനും നമുക്ക് അവൈലബിൾ ആണ്. സ്പ്ലിറ്റ് സ്ക്രീൻ ഉള്ളതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ പല കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിൽ കൂടെ തന്നെ നമുക്ക് ഓടിക്കാൻ സാധിക്കും. അതായത് ഒരു ഭാഗത്ത് എഡിറ്റിംഗ് നടക്കുകയാണെങ്കിൽ വേറൊരു ഭാഗത്ത് നമുക്ക് വേറെ എന്തെങ്കിലും കൂടെ ചെയ്യാൻ സാധിക്കും. ഞാൻ ഇതിലൊന്ന് ഓൺ ആക്കി കാണിച്ചു തരാം എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പവർ കോഡ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. പവർ കോഡ് ഞാൻ കാണിച്ചതുപോലെ തന്നെ അപ്പോൾ ഈ പവർ കോഡ് ഞാൻ ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്യുന്നില്ല. എന്നിട്ട് ഇത് ഒരു 45 വാട്ട്സ് ആകട്ടോ. 45 വാട്ട്സിൻ്റെ ഒരു ഔട്ടാണ് വരുന്നത്, DC ഔട്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി. ഇത് കണക്ഷൻ്റെ കേസായിട്ട് ഞാൻ എല്ലാവരോടും കാണിച്ചു തന്ന പോലെ ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു വയ്ക്കാം. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഇവിടെ യെല്ലോയിലോട്ടാണ് കണക്ഷൻ വരുന്നത്. അത് കണക്ട് ചെയ്തു. ഇനി ഇപ്പം നമുക്കൊന്ന് ഓൺ ചെയ്യാം. ഇവിടെ താഴെ അതിൻ്റെ ഓൺ ബട്ടൺ ഉണ്ട്. ഞാൻ ആ ബട്ടൺ സ്വിച്ച് ഇട്ടില്ലേ, ഓൺ ആകത്തില്ല. അപ്പോൾ ഞാൻ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ ഇനി ഇതിലേക്ക് കറണ്ട് വന്നു. ഇനി ഇവിടെ ഒരു ഓൺ ബട്ടൺ ഉണ്ട്. ഞാൻ ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. ഒരു വൈറ്റ് ലൈറ്റ് ഇവിടെ കാണിച്ചു. യെസ്, എല്ലാവർക്കും കാണാം, ലെനോവ. ഇതിനകത്ത് എഴുതി കാണിച്ചിട്ടുണ്ട് കേബിൾ നോട്ട് കണക്റ്റഡ്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം, അതായത് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ലാപ്ടോപ്പ്. അത്യാവശ്യം കുറച്ച് പേരെങ്കിലും ഇതിൻ്റെ റിവ്യൂ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോണിറ്റർ എടുക്കാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ചെയ്യേണ്ടി വരും ഈ ഒരു മോണിറ്ററിൽ നോക്കി. എന്നാന്ന് പറഞ്ഞാൽ കുറേ നേരമൊക്കെ രാത്രിയൊക്കെ ഇരുന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കണ്ണിന് ബുദ്ധിമുട്ട് തോന്നിയുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു മോണിറ്ററിലൊന്ന് മാറിയാലോ എന്നൊരു പ്ലാൻ വന്നത്. അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോഴേക്കുമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലും റേറ്റ് വരുന്നത് 13,999 ഞാൻ ഓൺലൈനിൽ മേടിച്ച പ്രൈസ്. സംതിങ് 16 സംതിങ് എങ്ങാണ്ട് ഉണ്ട് ഇതിൻ്റെ MRP വരുന്നത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനങ്ങ് മേടിച്ചു എന്നുള്ള രീതിയായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് റേറ്റ് ഒന്ന് കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ HDMI കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. എന്നിട്ട് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റും കൂടെ ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഈ 2 സ്ക്രീൻ എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ യൂട്യൂബ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ എഡിറ്റിംഗ് അങ്ങനത്തെ പർപ്പസൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ ഓൺലൈനായിട്ടുള്ള ഈ കമ്പ്യൂട്ടറിൽ തന്നെ എപ്പോഴും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ ബെനിഫിറ്റ് ഉള്ളൊരു ഐറ്റമാണ്. ഓക്കെ, ഞാനൊന്ന് കണക്ട് ചെയ്യാണ്. യെസ്, കണക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. രണ്ടിൻ്റെ ഡിഫറൻസ് ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, രണ്ടിൻ്റെ ഡിഫറൻസ് എല്ലാവർക്കും കാണാൻ സാധിക്കും, ചെറുതിൻ്റെ വലുതിൻ്റെ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇതിന് ഞാനിപ്പം ലൈറ്റ് കുറച്ചിട്ടിരിക്കുകയാണ്. എന്നാലും ലൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിലൊരു പരിധിയുണ്ട്. ഇതാണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ്. എന്നാൽ അതിൽ നോക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടെ നല്ല രീതിക്ക്, അതായത് ഇപ്പോൾ എന്തെങ്കിലും കാര്യം എഡിറ്റ് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന, അതായത് എഡിറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന DaVinci Resolve എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഇതിനകത്ത് ഞാൻ ബ്രൈറ്റ്നസ്സോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഈ ഒരു മോണിറ്ററിൽ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ അത് ഞാനിപ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വീഡിയോസിൻ്റെയൊക്കെ എഡിറ്റിങ്ങിൻ്റെ ബാക്കി നിൽക്കുന്നതാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ബാക്കി നിൽക്കുന്നതിൻ്റെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ജസ്റ്റ് നമുക്കൊന്ന് കാണാം. അപ്പോൾ എനിക്ക് ഇത്രയും ഭാഗത്ത് എനിക്ക് നല്ല വൃത്തിയായിട്ട്, അതായത് ഈ രണ്ടിൻ്റെ വ്യത്യാസം എല്ലാവർക്കും മനസ്സിലാവും. ഇനി എനിക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഓരോന്നും സെലക്ട് ചെയ്യുന്നത് ഇതിലെ കണ്ട് സെലക്ട് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം നല്ല രീതിക്ക് എനിക്കറിയാൻ സാധിക്കും. കാരണം
എന്നാ പറയുന്നത്, എനിക്ക് ചെറിയ രീതിക്ക്, അതായത് ഈ ഒരു കൊച്ചു സ്ക്രീനിനകത്ത് നിന്ന് നമുക്ക് കണ്ടുപിടിച്ച് വെക്കുന്നതും ഈ ഒരു വലിയ സ്ക്രീനിൽ എനിക്ക് ഒരുപാട് സൈസും കിട്ടും. എനിക്ക് എന്തേലും വേണമെങ്കിലും ഫയൽസിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് എനിക്ക് ഈ ഒരു സ്ക്രീൻ കാരണം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും. ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ യൂട്യൂബിൽ എന്നോട് ചിലവരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ക്യാമറാസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒരു യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് യൂട്യൂബ് ചെയ്യാൻ സാധിക്കുന്നത്, അതായത് വീഡിയോസ് എടുക്കാൻ വേണ്ടി എന്തൊക്കെ ആക്സസറീസ് ആണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ ഇരിക്കുന്ന ക്യാമറാസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും, അതിൽ റേറ്റ് കുറഞ്ഞ ക്യാമറാസ് വെച്ച് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോയും കൂടെ ഞാൻ ഉടനെ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. അത് ഇൻറ്റേർണലായിട്ട് സ്പീക്കറും വരുന്നുണ്ട് ഈ മോഡലിൽ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഇപ്പം നമ്മൾ ഈ കേൾക്കുന്നത് ഈ ഒരു മോണിറ്ററിനകത്ത് നിന്നാണ്, കാരണം ലാപ്ടോപ്പിൽ നിന്ന് പിന്നെ അത് കേൾക്കത്തില്ല. എനിക്ക് കുറയ്ക്കാം, കൂട്ടാം. 2 സ്പീക്കേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഞാൻ നോക്കിയിടത്തോളം ഭയങ്കര ഒരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞുള്ള ഒരു വലിയ സ്ക്രീനിൽ നമുക്ക് കാണുക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അതുപോലെ കണ്ട് എഡിറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഇത്. ഇതിപ്പോൾ റൂമിലൊന്ന് സെറ്റ് ചെയ്തു. നമുക്കിതിൻ്റെ കുറച്ച് സെറ്റിങ്സ് കൂടി ജസ്റ്റ് ഒന്ന് കാണാം. ഇവിടെ ഒരു പവർ ഓൺ ബട്ടൺ എല്ലാവർക്കും അറിയാം. ഇത് കഴിഞ്ഞ് ഇവിടെ എല്ലാം സെറ്റിങ്സിൻ്റെ ബട്ടൺ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ബ്രൈറ്റ്നസ് ഒക്കെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇതിൽ തന്നെ പ്രസ് ചെയ്ത് സെറ്റിങ്സിനകത്ത് കയറി, അതായത് ഇതാണ് നമ്മുടെ സെറ്റിംഗ് ബട്ടൺ വരുന്നത്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്, അതായത് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇത് താഴോട്ട്, ഇത് മേലോട്ട് വരുന്ന ആരോയാണ് ഓരോ സെറ്റിങ്സ്. ഇതിപ്പം ഫസ്റ്റ് ഇതിനകത്തുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, അതിൻ്റെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മോഡിലോട്ടാണ് വരുന്നത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ മോഡുണ്ട്. ഡിസ്പ്ലേ ബോർഡിൽ മൂവിയാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് വേറെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അത് മാറ്റി നമുക്ക് ഇപ്പം വേറെ ഏതെങ്കിലും, അതായത് ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൽ കയറുക. അപ്പോൾ ബ്രൈറ്റ്നസ് ഇത് രണ്ടും ഫെയ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അത് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് താഴത്തെ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഡിസ്പ്ലേ മോഡ് സെലക്ട് ചെയ്യുക. സെലക്ടിങ് ബട്ടൺ ഇതാണ്. എന്നിട്ട് അത് മൂവി മോഡ് എന്നുള്ളത് മാറ്റി സ്റ്റാൻഡേർഡ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എനിക്ക് വേണ്ട ബ്രൈറ്റ്നസ്, അതായത് പ്രസ് ചെയ്ത് താഴോട്ട് മേലോട്ടോ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഈ ബട്ടൺസ്. എനിക്ക് ഏത് മോഡാണ് വേണ്ടത് ആ മോഡിലോട്ട് ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്ത് ഇത് എൻ്റർ കീയാണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ലെവലിൽ വേണമെങ്കിലും എനിക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും ഇതിങ്ങനെ കുറയ്ക്കാനും സാധിക്കും. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഞാൻ ബ്രൈറ്റ്നസ് കുറയ്ക്കുമ്പോൾ അതിനകത്ത് ബ്രൈറ്റ്നസ് കുറയുന്നത് എല്ലാവർക്കും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ മാക്സിമം ഡൗൺ ആകുന്നത്. ഇതെനിക്ക് കയറ്റിക്കൊണ്ട് വരാൻ സാധിക്കും. ഇനിയിപ്പോൾ എനിക്ക് ഇത് കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കറക്റ്റ് അറിയത്തില്ല. ഇപ്പോൾ ഇത് കോൺട്രാസ്റ്റ് ആണ്. ഇത് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മാറ്റി ഡിസ്പ്ലേ മോഡിലോട്ട് കൊണ്ടുവന്ന് എൻ്റർ ചെയ്ത് ഗെയിം മോഡാക്കാം, വെബ് മോഡാക്കാം, മൂവി മോഡാക്കാം, പിക്ചർ മോഡാക്കാം. അപ്പോൾ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മൂവി മോഡാണ്. അത് ഞാൻ എൻ്റർ കൊടുക്കുകയാണ്. അത് സെറ്റായിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേ, ഇനിയിപ്പോൾ താഴെ സ്കെയിലിംഗ് മോഡ് ഒറിജിനൽ. അതായത് സ്കെയിലിംഗ് മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്ക്രീൻ സൈസാണ്. ഫുൾ സ്ക്രീൻ വേണോ ഒറിജിനലായിട്ട് നമ്മളിടുന്ന ഫോർമാറ്റ് മതിയോ എന്ന് അറിയാനൊക്കെയാണ്. പിന്നെ ഞാനിത് ഒന്നുകൂടെ താഴോട്ട് പോവുകയാണ്, ഓവർ ഡ്രൈവ് കാര്യങ്ങളൊക്കെ. എന്നിട്ട് ബാക്കിലോട്ട് ഒന്നുകൂടെ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പിന്നെ ഒന്നുകൂടെ താഴോട്ട് പോവുകയാണ്. നെക്സ്റ്റ് വരുന്നത് വോളിയത്തിൻ്റെയാണ്. വോളിയം നമുക്ക് കൂട്ടാനും കുറയ്ക്കാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ വോളിയം ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് 90 ആണ്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഫുൾ വോളിയം. അതിന് മ്യൂട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ ബാക്ക് പോവുകയാണ്. യെസ്, ബാക്ക് പോയി. ഇനി താഴത്തെ ഇത് കൊടുത്തിരിക്കുന്ന VGA വേണോ HDMI ഏത് വേണം എന്നുള്ള സെലക്ട് ചെയ്യാനാണ്. പിന്നെ ഇത് ബാക്കിയുള്ള ഇൻഫർമേഷൻ, ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ചെയ്യാൻ വേണ്ടത്. വലിയ ബുദ്ധിമുട്ടുള്ള കേസോ കാര്യങ്ങളൊന്നുമല്ല. എല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇത് കിടക്കുന്ന ഫുൾ HD ആണ്. ഞാൻ പറഞ്ഞ പോലെ ഫുൾ HD ആണ് ഈ സ്ക്രീൻ വരുന്നത്. 1920 × 1080 ആണ്.